ഇന്നൊന്ന് സൈൻ ചെയ്യണം. ഉള്ളത് പറയാലോ, ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് പേളിമാണിയോടുള്ള സകല റെസ്പെക്റ്റും പോയി. ഇപ്പൊ നമുക്കറിയാം, അങ്ങ് ഡൽഹിയിൽ NIT എക്സാം റീകണ്ടക്ട് ചെയ്തത് കാരണം കുറച്ച് കുട്ടികൾ ജീവൻ ഒടുക്കിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സമരം ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവനുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ സമരം ചെയ്യുന്നവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകാൻ പറ്റുന്നവരൊക്കെ അവിടെ പോയി സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പേളിമാണിയുടെ അക്കൗണ്ടിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. ഉള്ളത് പറയാലോ, ആ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് ദേഷ്യവും അമർഷവും ഒരുപോലെ വന്നു പോയി എന്നുള്ളതാണ്. എന്തിനാ മക്കള് വെറുതെ അടി കൊള്ളാൻ നിൽക്കുന്നത്? നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോയിക്കൂടെ? വെറുതെ അടിയും കൊണ്ട് അവിടെ കെടുക്കണോ എന്നുള്ള രീതിയിലാണ് പേളിമാണി സംസാരിച്ച് വെക്കുന്നത്. പേളിമാണിയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ ഇമാതിരി പോസ്റ്റ് ആയിട്ട് പേളിമാണി ഇറങ്ങുമോ? പേളിമാണിയുടെ മകൾ എന്താക്കി ഒരു NIT എക്സാം എഴുതി, അതിൽ മകൾക്ക് സീറ്റ് കിട്ടുന്നു മകൾ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അവസരത്തിൽ ആ എക്സാം റീകണ്ടക്ട് ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥ പേളിമാണിക്ക് വരാണെങ്കിൽ പേളിമാണി മധുര വർത്താനം പറയും. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ മേലെ വേണ്ടെങ്കിൽ വേണ്ട, അതാ നല്ലത്. ഇപ്പൊ ചില ആൾക്കാർക്ക് നോക്കി നമ്മൾ പറയാറില്ലേ, നീ ടോപ്പാടാ, നീ അടിപൊളിയാടാ, നിർത്തിക്കാള് എന്നുള്ള രീതിയിൽ അതേപോലെ ഉണ്ട്. മക്കളെ നിങ്ങളൊക്കെ അടിപൊളിയാണ്, ടോപ്പാണ്, ഇനി എല്ലാരും നിർത്തി പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ എന്നുള്ള രീതിയിൽ ഒരുമാതിരി ആറ്റി പായിക്കുന്ന വർത്താനം. ഒരു കൈ കൊണ്ട് തല്ലിയിട്ട് മറു കൈ കൊണ്ട് തലോടി കരുണ കാണിക്കുന്നു ചേട്ടൻ, എനിക്ക് മനസ്സിലാകുന്നേയില്ല. മിണ്ടാതിരുന്നാ പോരായിരുന്നു. അതാവുമ്പോ മിണ്ടാതിരുന്നുള്ള ചീത്തപ്പേര് മാത്രം കേട്ടാ മതി. ഇവളാണല്ലോ എന്റെ കർത്താവ് വിശ്വസിച്ച് ഞാൻ താലോലിച്ച് ഓമനിച്ച് ഉമ്മ കൊടുത്ത് ഇവിടം വരെ സേഫ് ആയിട്ട് കൊണ്ടുവന്നാക്കിയത്.